ഈ PK ശശി KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞല്ലോ. അപ്പോൾ അതിന് പിന്നാലെയുള്ള CPIM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്ന ദിവസമാണ് ഇന്ന്. നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതേപോലെ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും PK ശശി വിഷയവും നിശ്ചയമായും പാർട്ടി ചർച്ച ചെയ്യും. പാർട്ടി വിട്ട് ശശി UDF-നൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. സച്ചിൻ വള്ളിക്കാട് നമുക്കിപ്പം തത്സമയമുണ്ട് വിവരങ്ങളുമായിട്ട്. സച്ചിനെ, ഗുഡ് മോർണിംഗ്. പാർട്ടി വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ്, PK ശശി വിട്ടിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാര്യങ്ങളൊന്നും എന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി ഒരു കാര്യവും അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് PK ശശിയും പറയുന്നു. നിലവിൽ ഞാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്, CPIM-ന്റെ ഭാഗമാണ് എന്നാണ്. എന്ന് UDF-ലേക്ക് പോകുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് PK ശശി നൽകുന്ന മറുപടി. അപ്പോൾ ശശി ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ശശിക്കും അറിയില്ല, പാർട്ടിക്കും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ചേർന്നത്. എന്തൊക്കെ പ്രതീക്ഷിക്കണം ഇന്ന്? സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. അതായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി PK ശശിയുടെ നീക്കങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പാലക്കാട്ടെ CPIM-ന്റെ നേതാക്കൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം PK ശശി വിമത നേതാക്കളുമായെല്ലാം ചർച്ച നടത്തിയപ്പോൾ തന്നെ കൃത്യമായ ഒരു വിവരം CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഈ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് കൃത്യമായി ശശിയുടെ നീക്കങ്ങൾ എന്താകുമെന്ന കാര്യത്തിലും, അതേപോലെ തന്നെ ശശിയെ തള്ളി പറഞ്ഞുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ നേതാക്കളെല്ലാം എത്തിയിട്ടുള്ളത്. അതിനാൽ ശശി മറ്റൊരു പാർട്ടി, അതായത് ശശി CPIM വിടുമെന്ന കാര്യത്തിൽ ഏകദേശം CPIM-ന്റെ നേതാക്കൾക്കെല്ലാം മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഫെഡറേഷനാണ് രൂപീകരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ട ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. അടുത്ത മാസത്തോടുകൂടെ അതിൻ്റെ കൺവെൻഷൻ പാലക്കാട് വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിലേക്ക് ശശി പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ശശി UDF-ലേക്ക് പോകില്ല എന്ന് ഇന്നലെയും ഉറച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ശശി മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് UDF-ന്റെ പിന്തുണയോടുകൂടെ ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതിൻ്റെ ഏകദേശ ധാരണകൾ UDF-ന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുമായി PK ശശി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് PK ശശിയോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളും സൂചിപ്പിച്ചത്. എന്തായാലും പാലക്കാട്ടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ ശശിക്ക് യാതൊരുവിധ അപ്രമാദിത്വം ഇല്ല എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതാണ്. അതിനാൽ തന്നെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ശശിയോടൊപ്പം നിൽക്കുന്നവരല്ല. അതിനാൽ തന്നെ ശക്തമായ ഒരു അടിത്തറ ഇപ്പോൾ മണ്ണാർക്കാട് ഉണ്ട് എന്നും CPIM-ന്റെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സേതു, ഓക്കെ സച്ചിനെ.